അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തുൽ മുത്തഖീൻ വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്താൻ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും 99 നാമങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ 99 നാമങ്ങൾക്കാണ് നമ്മൾ അസ്മാഉൽ ഹുസ്ന എന്ന് വിളിക്കപ്പെടുക. ആ നാമങ്ങളിൽ അള്ളാഹു എന്ന് കഴിഞ്ഞാൽ പിന്നീട് ആ നാമവുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ ഇസ്മാകുന്നു അൽ ഇലാഹ്. അള്ളാഹു എന്ന നാമത്തിൻ്റെ അടിസ്ഥാന രൂപം തന്നെ അൽ ഇലാഹ് എന്നാണ്. അപ്പോൾ അൽ ഇലാഹ് എന്നാൽ വഹു ബിമാന അൽ മഅബൂദ്, ആരാധ്യൻ, ആരാധിക്കപ്പെടുന്നത് എന്നർത്ഥം. വിശുദ്ധ ഖുർആനിൽ ഇലാഹുക്കും ഇലാഹും വാഹിദുൻ ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹം വാഹിദൻ ലാ ഇലാഹ ഇല്ലാഹു ഖുൽ ഇന്നമാ യുഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്നിങ്ങനെ ഈ നാമങ്ങൾ പലതവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഈ പദത്തിന്റെ വിശദീകരണമായി വന്നത് വൈന അജ്മഅ വഅഹ്സന മാ ഖീല ഫീ മഅന അല്ലാഹ് മാ വറദ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാൽ അല്ലാഹു ദുൽ ഉലൂഹിയ്യ വൽ ഉബൂദിയ്യ അലാ ഖൽഖിഹി അജ്മഈൻ. തൻ്റെ പടപ്പുകൾക്ക് മേൽ അഖിലവും ആരാധ്യതക്കും വിളിച്ചു പ്രാർത്ഥന ഉൾപ്പെടെയുള്ള ഇബാദത്തുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകൾക്കും അർഹനായ ഏകൻ എന്നാണ് അത് അർത്ഥമാക്കുന്നത്. മറ്റൊന്നാൽ വസ്ഫുൽ മുതഅല്ലഖു ബില്ലാഹി മിൻ ഹാദൽ ഇസ്മിൽ കരീം വഹുവ അൽ ഉലൂഹിയ്യത്തു അല്ലതി ഹിയ വസ്ഫുഹു ദാല്ലു അലൈഹി ലഫ്ളു അല്ലാഹ്. അല്ലാഹു എന്ന നാമത്തിന് എന്താണോ അർത്ഥം കൽപ്പിക്കാൻ പറ്റുക, ആ അർത്ഥം യഥാർത്ഥത്തിൽ നിഷ്പന്നമാക്കുന്നത് അൽ ഇലാഹ് എന്ന നാമത്തിലാകുന്നു. വഹുവ അൽ ഉബൂദിയ്യ ഫൽ ഇബാദു യഅ്ബുദൂനഹു വയഅ്ലഹൂനഹു. അള്ളാഹുവിനെയാണ് മനുഷ്യർ ആരാധിക്കേണ്ടത് എന്ന് ആ പദം തന്നെ അർത്ഥമാക്കുന്നു എന്നതിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രഗത്ഭമതികളായ പൂർവ്വസൂരികൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുമേൽ ഇലാഹ് എന്ന പദം ആരാധ്യതയുടെ സകലമാന അവകാശങ്ങളും അള്ളാഹുവിന് മാത്രമാണെന്ന് പരിചയപ്പെടുത്തുകയും അതിൽ പരിമിതപ്പെടുത്തുകയും ആ ഉലൂഹിയത്ത് മറ്റാരിലേക്ക് തിരിഞ്ഞാലും ആരാധനയുടെ ഏത് മേഖലയാണെങ്കിലും ശരി, അത് ഇസ്ലാമിന് പുറത്തേക്കുള്ള വഴിയും നരകത്തിലേക്കുള്ള ശാശ്വതമായ കാരണവുമായിരിക്കും എന്ന ഈ നാമത്തെക്കുറിച്ച് പഠിച്ച, ഈ നാമത്തെക്കുറിച്ച് വിശദീകരിച്ച മഹാന്മാരായ പൂർവ്വ പണ്ഡിതന്മാരെല്ലാവരും ഏകദേശം ഏകസ്വരത്തിൽ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ആരാധന അള്ളാഹുവിൽ പരിമിതപ്പെടണം എന്ന പ്രവാചകന്മാരുടെ, അഖില പ്രവാചകന്മാരുടെയും അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഊന്നിപ്പറയുവാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത് എന്നും ഈ ഒരു കൗലിൻ്റെ, ഈ ഒരു കെലിമയുടെ പൊരുളനുസരിച്ച് ആണ് പരലോക രക്ഷാശിക്ഷകൾ തീരുമാനിക്കപ്പെടുക എന്നും മനസ്സിലാക്കുക. അള്ളാഹുവിന് മാത്രമായ ആരാധനകൾ പരിമിതപ്പെടുത്തി ജീവിക്കാനും ആ കെലിമ ഉൾക്കൊണ്ടുകൊണ്ട് മരണപ്പെടാനും ആ കെലിമയുടെ അനന്തരാവകാശികളായി സ്വർഗാവകാശികളാവാനും നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.